സിരിജി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭയങ്കര ചർച്ചയാവുന്നുണ്ട്. എന്തിനാണ് ഈ ചർച്ച നടത്തുന്നതെന്ന് നമുക്കറിയില്ല. കാരണം റിപ്പോർട്ടിലെ 15 അംഗ മാഫിയ ഗ്രൂപ്പ്, പവർ ഗ്രൂപ്പ് ഇവരുടെ ഒന്നും പേരില്ല. പിന്നെ പല പരാതി കൊടുത്തവരുടെ പേരുള്ള ഇരകളുടെ പേരുമില്ല, വേട്ടക്കാരുടെ പേരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്തിനീ റിപ്പോർട്ട് പുറത്തിറക്കി, 4 വർഷം എന്തിനിത് പൂഴ്ത്തി വെച്ചു? ഇതിനൊന്നും ഒരു അടിസ്ഥാനപരമായ ഒരു കാരണങ്ങളും ആരും പറയുന്നുമില്ല. നമുക്കൊന്നും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കാരണങ്ങൾ ഇവരാരും പറയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ഒരു കാര്യമാണ് സത്യത്തിൽ ഈ വിഷയം എടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഗോവിന്ദചാമിക്കില്ലാത്ത എന്ത് എക്സ്ട്രാ പ്രിവിലേജ് ആണ് ഇവിടത്തെ മലയാള സിനിമയിൽ ഈ പറയുന്ന വേട്ടക്കാർക്കുള്ളത് എന്നുള്ളതാണ്. എല്ലാവരും തുല്യരാകുന്ന ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനം, ആ നിയമ സംവിധാനത്തിൽ ഗോവിന്ദചാമിക്കില്ലാത്ത എന്ത് എക്സ്ട്രാ പ്രിവിലേജ് ആണ് ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുള്ള ഈ സൂപ്പർ താരങ്ങൾക്കുള്ളത് എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം. അത് ശരിയല്ലേ? എന്ത് പ്രിവിലേജാണ്? ഗോവിന്ദചാമി ചെയ്ത അതിക്രൂരമായ കാര്യങ്ങൾ, ആ ഒരു പെൺകുട്ടിയോട്, ആ ഒരു ഇരയോട് ഗോവിന്ദചാമി എന്താണ് ചെയ്തത് എന്നുള്ളത് കേരള മനസാക്ഷി ഒന്നടങ്ങി ഇപ്പോഴും ആ കേസ് പറയുമ്പോഴും ഇപ്പോഴും ആ വാർത്ത നമ്മൾ വായിക്കുമ്പോഴും നമ്മളെയൊക്കെ വളരെ സങ്കടത്തിലും ഞെട്ടലിലും ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു അത്, ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ അത്തരത്തിൽ ഗോവിന്ദചാമിമാർ വിലസുന്ന ഒരു മേഖലയായി സിനിമാ മേഖല മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗോവിന്ദചാമി ഒരു കൈ പോലും ഇല്ലാത്ത ആളാണ് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. അതേ സമാനമായി 2 കൈയും കാലും നക്ഷത്ര തിളക്കമുള്ളവരാണ് പലപ്പോഴും രാത്രികളിൽ റൂമുകളിൽ ചെന്ന് പല തവണ മുട്ടി വിളിക്കുന്നത്, പുതുമുഖ നായികമാരെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുമാരെയൊക്കെ കിടക്ക പങ്കിടാനായി വിളിക്കുന്ന, അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു അമ്മ സംഘടനയാണോ മാമാ സംഘടനയാണോ? ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഈ താരങ്ങൾക്ക് ഒരു മനുഷ്യന് കിട്ടുന്നതിനപ്പുറത്തേക്ക് എന്ത് പരിവേഷം അല്ലെങ്കിൽ എന്ത് പരിഗണനയാണ് ഈ താരങ്ങൾക്ക് നൽകേണ്ടത്? അവർ സിനിമയിൽ അഭിനയിക്കുന്നു, നമ്മൾ അവരെ ആരാധിക്കുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്നു. ആ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണമായ മനുഷ്യരാണ്. അപ്പോൾ സാധാരണക്കാരായ ആ മനുഷ്യർ തങ്ങൾക്ക് കിട്ടുന്ന ചില പ്രത്യേക പ്രിവിലേജുകൾ ഉപയോഗപ്പെടുത്തി സിനിമാ നടിമാരെ അല്ലെങ്കിൽ സിനിമാ നടിമാരുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ ക്രൂരമായി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം നമ്മൾ അപലപിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നു. ഇവിടെ ആരാണ് പരാതി നൽകിയത്? പേരില്ല. ആർക്കെതിരെയാണ് പരാതി നൽകിയത്? പേരില്ല. അപ്പോൾ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ പുകപടലങ്ങളായി മാറുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒന്നുകിൽ സംസ്ഥാന സർക്കാർ ആർജവത്തോടെ പറയണം, ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കെതിരെയാണെന്ന് ഞങ്ങൾക്കറിയാം, അതിൻ്റെ തെളിവുകൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളത് കൃത്യമായി പുറത്തു വിടുന്നില്ലെങ്കിൽ പോലും അവർക്കെതിരെ നടപടി ഉണ്ടാകും. കാരണം എന്താ, ഓഡിയോ ക്ലിപ്പ്, വീഡിയോ ക്ലിപ്പ്, മെസ്സേജ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തെളിവുകളായി നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 3 അംഗങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ നേരിട്ട് കണ്ട് സംസാരിച്ച കാര്യങ്ങൾ ഇന്ന ആൾക്കെതിരെ ആണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. ഇന്ന ആൾക്കെതിരെ ഒരു സ്ത്രീ പറയുകയാണ്, ആ പുരുഷൻ എന്നെ ഇങ്ങനെ ലൈംഗിക ചുവയോടെ നോക്കി, അല്ലെങ്കിൽ ഇത്ര സെക്കൻഡിൽ കൂടുതൽ എന്നെ വല്ലാത്ത ഉദ്ദേശത്തോടെ നോക്കി എന്ന് പറഞ്ഞാൽ പോലും കേസെടുക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെങ്കിൽ ഈ പറയുന്ന താരങ്ങൾക്ക് നമ്മുടെ സർക്കാർ എന്തിനാണ് അമിതമായ ഒരു പ്രിവിലേജ് നൽകുന്നത്? അപ്പോൾ സർക്കാരും ഇത്തരത്തിലുള്ള നടന്മാരും സിനിമാ മേഖലയിലുള്ളവരും തമ്മിലുള്ള അവിശുദ്ധമായൊരു കൂട്ടുകെട്ടുണ്ട് എന്ന് അവർ പരസ്യമായി സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ സമ്മതിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്ത് പറയുന്നത് ഗോവിന്ദചാമിയെ പോലെ ഉള്ളവരെക്കാൾ എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു നാണക്കേട് ഇനി ആ മേഖലയിൽ നിൽക്കുന്നവർക്കുണ്ടാകാൻ പറ്റുമോ? അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഒരു ഭൂമിക്ക് മുകളിലാണ്, നക്ഷത്രങ്ങളാണ് എന്ന് എപ്പോൾ ചിന്തിച്ചു തുടങ്ങിയോ അപ്പോൾ മുതൽ അവരുടെ അധപ്പതനവും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ അധപ്പതനത്തിലേക്ക് പോകുന്ന ആൾക്കാരെ ഭൂമിയിലേക്ക് വലിച്ച് താഴേക്ക് കൊണ്ടുവരേണ്ട ഒരു ചുമതല പൗരബോധമുള്ള ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന പരാതിക്കാർ നാളെ പറയണമെന്നേ, ഞാനാണ് പരാതിയായിട്ട് വന്നത്, ഇന്ന ആൾക്കെതിരെയാണ് പരാതി, നിങ്ങൾക്കത് പുറത്തുവിടാൻ പറ്റത്തില്ല, ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടും. പക്ഷേ ഇവിടെയും പ്രശ്നം എന്താ, തങ്ങൾക്ക് അവസരം നഷ്ടമാകുമോ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഉൾവലിയുന്നു. അപ്പോൾ 10 പേർ മുന്നിലേക്ക് വരുന്നു, 10 പേർ പിന്നിലേക്ക് വരുന്നു. അപ്പോൾ ആരാണ് പോകുന്നത്? ഇനി ഞാനത് പറഞ്ഞാൽ എന്നെ സമൂഹം എങ്ങനെ കരുതും, എൻ്റെ വീട്ടുകാരെ എങ്ങനെ കരുതും, എൻ്റെ കുട്ടികളെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ബന്ധുക്കളെ എങ്ങനെ കാണും എന്ന് പറയുന്ന ഒരു പേടി ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പേടിയിൽ നിന്ന്, ഈ ഭയത്തിൽ നിന്ന് മുക്തരാകാത്തടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കുകൾക്ക് പ്രസക്തി ഏറി വരികയല്ലേ? ഇത് ഞാൻ ഒരു കാര്യം കൂടെ സിരിജിയോട് ചോദിക്കട്ടെ. പിന്നെ
ഈ WCC ആണ് ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്തെത്തുന്നത്. നടിയെ ആക്രമിച്ച വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് WCC ആരംഭിക്കുന്നു. പിന്നീടാണ് അവർ ഈ സിനിമയിലെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെക്കുറിച്ച് തുറന്നടിക്കുന്നത്. WCCയിലെ അംഗങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് പേരെ മഞ്ജു വാര്യർ, സുരഭി ലക്ഷ്മി, വിധു വിൽസൺ ഉൾപ്പെടെയുള്ളവർ ആ സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിൽ പോലും ഏറ്റവും ബോൾഡായി ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്ന രമ്യ നമ്പി, ശർമ്മ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന പാർവതി തിരുവോത്ത്, ഇവർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും, അവർ മാത്രമല്ല പലരും ആ സംഘടനയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നവരാണ്. ഇത് വന്നപ്പോഴൊക്കെ വളരെ, ഇന്നലെ പാർവതി തിരുവോത്ത് ഒരു ന്യൂസ് ഏഷ്യനെറ്റിലെ ഒരു ചർച്ചയിലേക്കിടയിലാണെന്ന് തോന്നുന്നു പറയുന്നത് കേട്ടു, ഈ റിപ്പോർട്ട് ആദ്യം വന്നപ്പോൾ ഉള്ളിലുള്ള സങ്കടം മുഴുവൻ അവർക്ക് പുറത്തു വന്നു, സന്തോഷത്തിനപ്പുറം സങ്കടമാണ് പുറത്തു വന്നത് കുറേ നാളത്തെ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ പാർവതി തിരുവോത്തിനെ പോലെ എന്ത് തുറന്നടിച്ച് പറയുന്നവർ, അവരുടെ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ തങ്ങളുടെ തൊഴിൽ മേഖലയിൽ അവസരം നഷ്ടപ്പെടുമെന്നും അല്ലെങ്കിൽ തങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം കാര്യങ്ങൾ ഈ ഒരു ഈ ഒരു സംഘടന രൂപീകരിക്കുന്നതിലൂടെ തങ്ങൾക്കുണ്ടാകുമെന്നും പല നഷ്ടങ്ങളും സംഭവിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നവരാണ് ഈ WCCയുടെ അംഗങ്ങളൊക്കെ. എന്നിട്ടും എന്തുകൊണ്ട് ഈ നക്ഷത്രത്തിളക്കമുള്ളവരുടെ പേരുകളൊക്കെ പറയാൻ ഇവർക്ക് ഇത്ര ഭയം? ഇവർ ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ രംഗത്ത് വന്നത്. ഇവർ പല കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നതും ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതും ഇവർ പലരോടും പല തരത്തിലും ചർച്ച ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഇരകളുടെ പേര് പറയണ്ട? എന്തുകൊണ്ട് ഇവർക്ക് വേട്ടക്കാരുടെ പേര് പറയാൻ ഇപ്പോഴും ഭയം? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഈ WCCയിലെ അംഗങ്ങളിൽ നമ്മൾ തലപ്പൊക്കമുള്ള നേതാക്കൾ അല്ലെ തലപ്പൊക്കമുള്ള താരങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. അവർക്ക് ഇത് കിട്ടിയില്ലെങ്കിലും മറ്റൊരു അവസരം വരും. ടാലൻ്റ് ഉള്ളവരാണ്, എനിക്ക് പണി അറിയാം, അതുകൊണ്ട് എനിക്ക് പണി ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളവരാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ പിന്നിൽ നിൽക്കുന്ന കാര്യം അതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമാ മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഫീൽഡ് ഔട്ടായി പോകുക നമ്മൾ പറയും. ഫീൽഡ് ഔട്ടായി പോയി കഴിഞ്ഞാൽ ഇവർക്ക് മറ്റൊരു പണി അറിയില്ല, മറ്റൊരു ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ഹോട്ടലിൽ ചെന്ന് റിസപ്ഷനിസ്റ്റായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യാപാര സ്ഥാപനത്തിലോ ബിസിനസ് സ്ഥാപനങ്ങളിലോ ചെന്ന് അവിടുത്തെ ഒരു സ്റ്റാഫായി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ അനുഭവിച്ചിരുന്ന ചില പ്രിവിലേജുകൾ, അവരുടെ ഒരു സ്വർഗീയമായ ഒരു അന്തരീക്ഷം, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇനിയും ഞാൻ പതുക്കെ പിടിച്ച് കയറാം, എൻ്റെ മുന്നിൽ അവസരങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും WCCയിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ആൾക്കാരും രണ്ട് കൂട്ടരായിട്ട് നിൽക്കുകയാണ്. ഈ WCCയിലുള്ള ആളുകൾ മുന്നോട്ടിറങ്ങിയിട്ട് ഇന്ന ആൾക്കാർ ഇന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പാർവതി തിരുവോത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് വിൽസെൻ്റ് ആയിക്കോട്ടെ, റിമാക്ക്, അല്ലെങ്കിൽ ഇവർക്ക് പരസ്യമായിട്ട് അത് പറഞ്ഞാണെന്ന്, ഇവർക്കാണ് ധൈര്യം കൂടുതൽ, ഇവരാണ് ഞങ്ങളുടെ ലീഡേഴ്സ് എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ പുറത്ത് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ പറയാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ആരാദ്യം പറയും എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ആദ്യം പറയാനുള്ള ഒരു അവസരം ഇവർ ഒരുക്കി കൊടുക്കുകയും ഇവരതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്താൽ മറ്റുള്ളവരും എന്ന് പറയും. പറയാത്തിടത്തോളം കാലം ഈ WCC എന്ന് പറയുന്ന ഒരു സംഘടന ഇങ്ങനെ ഒരു ശ്രമം നടത്തി, ഇതൊരു വലിയ അറ്റംപ്റ്റ് ആയിരുന്നു, ചരിത്രരേഖകൾ സ്ഥാനം പിടിക്കും എന്നതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല. ഈ അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റാൻ ഇനിയെങ്കിലും WCC പോലെയുള്ള സംഘടനകളിലെ അംഗങ്ങൾ പുറത്തേക്ക് വരണം. അവർ പറയണം ഇന്ന നടിമാർക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടായി, ഇന്ന നടനാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് അവർ പറയും. അവർ പറയുമ്പോൾ ആരും അവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കില്ലല്ലോ. കാരണം വിത്ത് സോളിഡ് പ്രൂഫ് അവരുടെ ഉണ്ടായല്ലോ, ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ മെസ്സേജുകളുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് അവർ തന്നതാണ്, ഇത് വെച്ചിട്ട് ഞങ്ങൾ സർക്കാരിൻ്റെ ഒരു അപേക്ഷ നൽകിയതാണ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരാൻ ഇവർക്ക് കഴിയുന്നില്ല. രേവതി ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് തുടക്കമാണ്, ഞങ്ങളുടെ പോരാട്ടം ആരംഭിക്കുന്നു. അവിടെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അവരോട് അവിടെ അവസാനിച്ചു. അപ്പോൾ ഒന്നും മുന്നോട്ട് പോകുന്നില്ലല്ലോ. അല്ല, നടിമാരെന്ന് വിളിച്ചതിൽ മോഹൻലാലിനെതിരെ പ്രതിഷേധം ഉണ്ടാക്കിയ ആളാണ് രേവതി. ആ രേവതിക്ക് എന്തുകൊണ്ട് പേരുകൾ പറയാം? രേവതിക്കും അറിയാമായിരിക്കുമല്ലോ ആരാണ് വേട്ടക്കാരൻ, ആരാണ് ഇരകൾ എന്നുള്ളത് കൃത്യമായി അറിയാം. ആർക്കാണ് ഈ ഞരമ്പിന്റെ ഇത്ര സൂക്കേടുകൾ കൂടിക്കിടക്കുന്നത്, സിനിമയിലുള്ള ആർക്കൊക്കെയാണ് എന്നൊക്കെയുള്ളത് നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് ഇവരൊക്കെ പറയാൻ പഠിക്കുന്നു? ഇവരാരും പറയത്തില്ല സിരിജി. ഇവരൊക്കെ ഈ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സംഘടന ഉണ്ടാക്കി ഇതുവഴി എന്തൊക്കെയോ സംഭവങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ കുറേ ശരീരഭാഷയിലൂടെയും കുറേ സംസാരത്തിലൂടെയും മാത്രം ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ സംഘടനയിലൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഏറ്റവും ബോൾഡായിട്ടും ഏറ്റവും കൃത്യമായും നിലപാടും ചങ്കുറപ്പുമുള്ള ഒരു സ്ത്രീയാണ് എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവരൊക്കെ ഭയപ്പെടുമ്പോഴും തൻ്റെ തൊഴിൽ നഷ്ടപ്പെടും, തൻ്റെ ജീവിതം വരെ
നഷ്ടപ്പെടും, തൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിയാം എങ്കിൽ പോലും ആ പെൺകുട്ടി ഏറ്റവും സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സമയത്താണ് ആ കുട്ടി ആക്രമിക്കപ്പെടുന്നത്. അപ്പോഴും അതിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് അവൾ ആ പേരുകൾ പുറത്തു പറയാനും താൻ അനുഭവിച്ച വേദനകൾ പുറത്തു പറയാനും അവൾ കാണിച്ച ഒരു ചങ്കൂറ്റമുണ്ട്. അത് ഇവിടെ പാർവതി തിരുവോത്തിനെ പോലുള്ളവർ, റിമാ കല്ലിങ്ങനെ പോലുള്ളവരും രമ്യ നമ്പീശനെ പോലുള്ളവരും അല്ലെങ്കിൽ അതിലുള്ള ബാക്കി അംഗങ്ങളും ഈ രേവതി ഉൾപ്പെടെ ഉള്ളവർ കാണിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും മറ്റേത് നേതാക്കന്മാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മാധ്യമ പ്രവർത്തകരാണെങ്കിലും ഇങ്ങനെ ഘോര നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് വാദപ്രതിവാദങ്ങൾ നടത്താൻ മാത്രമേ പറ്റൂ. ഇവരിതൊക്കെ വിളിച്ചു പറയും. കാരണം ഇവർക്കാണ് പ്രൂഫ് ഉള്ളത്, ഇവരുടെ കയ്യിലാണ് ആരൊക്കെയാണെന്ന് അറിയാവുന്നത്. അപ്പോൾ ഇവരിത് വിളിച്ചു പറയാത്തിടത്തോളം കാലം ആർക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ കേസെടുക്കേണ്ടത്? ഇരകൾ വന്ന് പരാതി തന്നാൽ അവർക്കെതിരെ കേസെടുക്കാം, അതൊരു ന്യായമായ കാര്യമല്ലേ? ആർക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ കേസെടുക്കേണ്ടത്? ഈ 63 പേജ് എന്തിനാണ് ഇവർ ഈ ഒളിച്ചും മറച്ചും ഇങ്ങനെ വെച്ച് ആരെ രക്ഷപ്പെടുത്താനാണ്? അപ്പോൾ സർക്കാരിനും കുറേ പേര് ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടുത്താനുണ്ട്. തങ്ങൾ ഈ പേരുകൾ വിളിച്ചു പറഞ്ഞാൽ നാളെ മുതൽ തങ്ങൾക്ക് കരിയർ ഇല്ല, തങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതായി പോകും. ഇപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ പാരീസും മലേഷ്യയും ബാങ്കോക്കും ഒക്കെ ചുറ്റുന്നവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഇരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഇതൊന്നും പറയാതെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടത്തി അടുത്ത ഒരു വിഷയം വരുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമില്ല, ഈ WCC അംഗങ്ങളുമില്ല, ഒരു വാദപ്രതിവാദങ്ങളും ഒന്നുമില്ല, ഇതെല്ലാം അവസാനിക്കും. അതുകൊണ്ട് ആരൊക്കെ ഇവർക്ക് അനുകൂലമായി, ഇപ്പം മാധ്യമങ്ങൾ WCCക്ക് അനുകൂലമായി നിന്നാലും ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ചെറുപ്പക്കാർ യുവ നേതാക്കൾ നിന്നാലും അല്ലെങ്കിൽ ഈ സമൂഹം മുഴുവൻ നിന്നാലും ഒരു പ്രയോജനവും ഇല്ല എന്നേ ഞാൻ പറയും. കാരണം ഇവരുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ ഇവർ ധൈര്യസമേതം മുന്നോട്ട് വന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇന്ന ആളുകളാണ് ഈ കാര്യങ്ങൾ ചെയ്തത്, ഇവർക്കെതിരെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, ഞങ്ങളത് പുറത്തു വിടാൻ പോവുകയാണ്, ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തു, ഇങ്ങനെ സ്ത്രീകളെ ചൂഷണം ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ധൈര്യപൂർവ്വം പുറത്തു വിടാതിരിക്കുന്നിടത്തോളം കാലം ഇതിലൊന്നും നമ്മൾ ചർച്ച നടത്തിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇവർക്കെതിരെ സംസാരിച്ചിട്ടോ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ മുന്നിട്ട് ഇറങ്ങിയിട്ട് ഈ കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ പറയണം സർക്കാരെ നിങ്ങൾ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഇത് പറയാൻ പോവുകയാണ്, ഞങ്ങൾ ഇന്ന വ്യക്തികളെ കുറിച്ച് പറയണം, എല്ലാം ഒന്നും പറഞ്ഞില്ല, 4-5 കാര്യം പറയുന്നു. ഈ പറയുമ്പോൾ സർക്കാരിനൊരു ആർജവം ഉണ്ടാവും, ഇത് തുറന്നു പറയണം, ഞങ്ങൾ നടപടിയെടുക്കണം. ഇങ്ങനെ ഇല്ലാത്തടത്തോളം കാലം ധന്യ പറഞ്ഞതുപോലെ ഈ WCC എന്ന് പറയുന്നത് 4 പേരുടെ മുമ്പിൽ നിന്ന് ഷോ കാണിക്കാനുള്ള ഒരു സംഘടനയായി മാത്രം അധപ്പതിക്കുകയാണ്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇവരാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്, ഇതുകൊണ്ടാണ് സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി, ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ തുറന്നു പറയാൻ ആർജവം കാണിക്കേണ്ട ഈ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവർക്കിപ്പോൾ നമുക്കറിയാം സിനിമയിൽ അധികം ചാൻസുകളില്ല, അവരേതാണ്ട് പുറന്തള്ളപ്പെട്ടവർ തന്നെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവർക്ക് ഞങ്ങൾ എന്ത് പണിയും ചെയ്ത് ജീവിക്കും, ഞങ്ങൾക്ക് എന്ത് ബിസിനസ്സും ചെയ്യാൻ ധൈര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർക്കൊരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകും. പക്ഷേ അതിനൊപ്പം തന്നെ ഈ സാധാരണക്കാരായ സിനിമാ മേഖലയിൽ താഴെ തട്ടിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ആ പ്രശ്നങ്ങൾ ഇവരുടെ അടുത്ത് തുറന്നു പറയുകയും ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങൾ അനുഭവിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്ത ആളുകൾക്ക് ഒരു പ്രചോദനം നൽകാൻ ഇനിയെങ്കിലും ഇവർ തയ്യാറാകണം. തയ്യാറാകാത്തടത്തോളം കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു കടലാസ് മാത്രം. ഇപ്പം നമുക്കറിയാം വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായി, നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലായിരുന്നു, നമ്മൾ സങ്കടപ്പെട്ടു. അതിനു മുമ്പ് അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവ് വെള്ളത്തിൽ മുങ്ങിപ്പോയി, അയാളെ കാണാനില്ല, അതായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഹേമ കമ്മിറ്റി വന്നു, കാഫിർ വിവാദം വന്നു. ഈ ഹേമ കമ്മിറ്റി കഴിഞ്ഞിട്ട് നാളെ ഇതിനെക്കാട്ടി വലിയൊരു വിവാദം വന്നാൽ മീഡിയ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതിൻ്റെ പിന്നിലേക്ക് പോകും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ എല്ലാം വിട്ടെറിഞ്ഞിട്ട് കൃത്യമായ തെളിവുകൾ നൽകിയവർ, അതിനുവേണ്ടി ഞങ്ങൾക്ക് ന്യായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിന്നവർ, സിനിമാ മേഖലയിൽ ഇനി ഇത്തരം ദുരന്തം ഉണ്ടാകില്ലെന്ന് കരുതിയവർ, ഇവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയല്ലേ. മാത്രമല്ല ഈ സിനിമാ മേഖലയിൽ ഇതുവരെ എന്ത് ചൂഷണം നിലനിന്നിരുന്നോ അതേ ചൂഷണം അതിനേക്കാൾ ഇരട്ടിയെ തുടരും. കാരണം ചില ആളുകളെങ്കിലും തിരിച്ചറിയുമല്ലോ, ഇന്ന ആൾക്കാർ എനിക്കെതിരെ പരാതി നൽകി, എൻ്റെ കൂട്ടുകാർക്കെതിരെ പരാതി നൽകി, നാളെ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഈ വ്യക്തിവൈരാഗ്യം സൂക്ഷിച്ചുകൊണ്ടും ഇവർക്ക് അവസരങ്ങൾ നിഷേധിക്കാം, ഇവർക്ക് കൂടുതൽ ഉപദ്രവിക്കാം, ഇവരുടെ പെർഫോമൻസ് ശരിയല്ലെന്ന് പറയാം. മാത്രമല്ല മറ്റ് സുഹൃത്തുക്കളുടെ സിനിമയിൽ നിന്ന് വരെ പുറത്താക്കി കഴിഞ്ഞാൽ ഇവരുടെ ടാലൻറ്റ് പോലും ഇല്ലാതാക്കി കളയും. ആക്ച്വലി ബോൺ ടാലൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും, പക്ഷേ അവരെ ഇല്ലാതാക്കണമെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ള, നേരത്തെ പറഞ്ഞ 15 സംഘം ഉണ്ടെങ്കിൽ അവർ വിചാരിച്ച പോരെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ചേർന്നിട്ട് ഇവരെ പുറന്തള്ളുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള നല്ല നേതാക്കളുണ്ട്, അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആയിക്കോട്ടെ, അവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം.
രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്താ, ഗോവിന്ദചാമിക്ക് അപ്പുറത്തേക്ക് ഒരു പ്രിവിലേജ് ഇവർക്കില്ല എന്ന് പറഞ്ഞാൽ സമൂഹ മധ്യത്തിൽ ഈ പറയുന്ന സ്റ്റാർഡം ഉള്ളവരുടെ എല്ലാം തുണി ഉരിഞ്ഞു പോകും എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ സമൂഹം ചർച്ച ചെയ്യണം. ഇത്തരത്തിലുള്ള യുവ നേതാക്കൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തണം. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ഈ കാര്യങ്ങളിൽ സർക്കാർ നിലപാടെടുക്കും എന്ന് പറയിക്കാനുള്ള ആർജവം ഈ യുവ നേതാക്കളും കൊണ്ടുവരണം. പ്രതീക്ഷിക്കാവോ? ഒരിക്കലുമില്ല. ഇത് ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ സിരിജി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അടുത്തൊരു ദുരന്തമോ അല്ലെങ്കിൽ ഇതിലും വലിയൊരു സംഭവമോ ഉണ്ടായാൽ ഈ ഹേമ കമ്മിറ്റി വെറും കടലാസ് മാത്രമായി വീണ്ടും ഏതെങ്കിലും ചവറ്റുകുട്ടയിലേക്ക് അതും പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. WCC ആർജവത്തോടെ തുറന്നു പറയുന്നത് വരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഒരു തരത്തിലുമുള്ള എന്താ പറയുക, അതിനൊരു പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്തായാലും WCC ആ തൻ്റെ ഇടം കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.